ഗായ്സ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുഴയിൽ തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ മീൻ അധികമൊന്നും കിട്ടിയില്ല നമുക്ക്. സോ നല്ല വെയിലുണ്ട്. ഏകദേശം 1 മണി കഴിഞ്ഞു. നമ്മൾ വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് വന്നു. പിന്നെ നമ്മുടെ ഇരിക്കുന്നതിൻ്റെ അടിയിൽ നല്ലൊരു മരമുണ്ട്, അതുകൊണ്ട് തണലുണ്ട്. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചൂടാണ്. മിഷീൻ അടിച്ചിട്ടുണ്ട്. ഇന്ന് കരിമീൻ്റെ ഒരു സ്പെഷ്യൽ തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സക്സസ് ആവാൻ നമുക്ക് നോക്കാം. ആണെങ്കിൽ ഞാൻ ഇപ്പോൾ നമുക്ക് മിഷീനിൽ മീൻ അടിച്ച് കിട്ടിയിട്ടുണ്ട്, കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കരിമീൻ അടിക്കുന്ന സീസൺ ആവണുള്ളൂ. നമുക്ക് നോക്കാം ഇതിൽ കരിമീൻ കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടൊന്ന് സെറ്റാക്കി കഴിച്ചുകൊണ്ടയുടെ കാര്യം കൊണ്ട് നോക്കാം, മീൻ കിട്ടുമോ നോക്കാം. ഇന്ന് വെള്ളം കൂടുതലുണ്ട്, ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്കും വെള്ളം കയറി കിടക്കണേ. നമ്മൾ മിഷീൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. അകലേക്ക് അടിച്ചിട്ടില്ല, നമ്മൾ അടുത്തടിച്ചിട്ടാണ്. കരിമീനൊക്കെ നിൽക്കണമെങ്കിൽ അടുത്ത് തന്നെ കിട്ടുള്ളൂ. പിന്നെന്താ, അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടിട്ട് നോക്കാം. കഴിച്ചുകൊണ്ടല്ലേ മീൻ പിടിക്കണം എന്തായാലും. ഇന്നലത്തെ ഇത് നമ്മൾ ഇന്ന് ഇത് തീർക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ കഴിച്ചുകൊണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെയിലുണ്ട്, നമുക്ക് മീൻ ഏതിനെ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ നല്ല ഓളത്തട്ടായതുകൊണ്ട് നമുക്ക് കൊത്തൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ വലിച്ചിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വലിക്കാൻ പറ്റുള്ളൂ. ഇവിടേക്ക് എന്തായാലും നമുക്ക് ഈ പരല് സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങണമെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആവും. ഇടയ്ക്കിൻ്റെ ഇടയ്ക്കൊക്കെ കിട്ടും. നമുക്ക് നോക്കാം ഏത് മീൻ കിട്ടണമെന്ന് നോക്കാം. ഉച്ച സമയത്ത് കരിമീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. തീറ്റയൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കരിമീൻ കിട്ടും. മിഷീനോട് അടിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ. കഴിച്ചുകൊണ്ടിട്ടുണ്ട്. നമ്മൾ പരിചയമുള്ളവരെ 2-3 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്, പുഴയിലുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മീൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമുക്ക് ഏത് മീൻ കിട്ടണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കൊത്തുണ്ട് ഇപ്പോൾ. ഞാൻ മീനെ കിട്ടി കഴിഞ്ഞ് കാണിച്ചു തരാം. ലൈവായിട്ട് കാണിക്കാനായിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഗായ്സ്, നമുക്കിപ്പോൾ ഒരു കരിമീൻ്റെ കുഞ്ഞാണ് കിട്ടിയത്. നമുക്ക് ഫസ്റ്റ് കിട്ടി മീനാ, കളയണ്ട. നമുക്ക് വലിപ്പമുള്ള കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി റിലീസാക്കാം. ഫസ്റ്റ് കിട്ടി മീനെ കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് പറയുക, കരിമീനായിട്ട് പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ സിജോ ചേട്ടൻ വന്നിട്ടുണ്ട് ചൂണ്ടിടാനായിട്ട് കൂടെ. ഓക്കെ, നമുക്ക് അടുത്ത മീൻ കിട്ടുമെന്ന് നോക്കാം. ഗായ്സ്, നമുക്ക് രണ്ടാമത് കിട്ടിയ മീൻ കോക്കളാഞ്ചിയാണ്. ആ ഉച്ചയ്ക്ക് വന്ന് കയറിയുണ്ട്. ഇവനുണ്ടെങ്കിൽ ഇവനും നമുക്ക് കിട്ടും. കണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കി. അക്വേറിയത്തിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ടൈപ്പാണ് അവൻ. നമുക്ക് നോക്കാം ഏത് മീനിങ് അടുത്ത് കിട്ടാൻ നോക്കാം. നല്ല കൊത്തുണ്ട്. അതുപോലെ മിഷീനിൽ തീറ്റ 2 പ്രാവശ്യം മാറ്റി കിട്ടും. നമ്മൾ വെല്ലുകൊണ്ടിട്ടാണ് ഇപ്പോൾ മിഷീനിൽ. നമുക്ക് മിഷീനിൽ ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അടിച്ച് കഴിച്ചുകൊണ്ടില്ല നമ്മൾ എന്തായാലും ഇടണ്ടല്ലോ. കറുത്ത മീനെ പിടിക്കാം. കഴിച്ച് നമുക്ക് അടുത്തൊരു പരല് കിട്ടുന്നുണ്ട്, സുന്ദരാപ്പൻ. കുഴപ്പമില്ല, നല്ല വരില്ല. നമുക്ക് ഇവനെ എടുക്കാം. ഇനി അടുത്ത ഏതെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം. മിഷീനും തട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയൊക്കെയാണ്. അപ്പോൾ അടുത്ത മീനെ പിടിക്കാം. അല്ലടാ, അടുത്ത മീനെ പിടിക്കട്ടെ. ആ പിടിച്ചോളാം. ഗൈസ്, നമുക്കിപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു കോലാന കിട്ടിയിട്ടുണ്ട്. കണ്ടാ. പിന്നെ നമ്മുടെ ബിജു ചേട്ടൻ വന്നിട്ടുണ്ട് അവിടെ. ബിജു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടുന്നുണ്ട്. സിജോ ചേട്ടൻ അപ്പുറത്തേക്ക് പോയി, കൊത്തനില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് അപ്പുറത്തേക്ക് പോയി. ആളപ്പുറത്ത് പോയി മീൻ പിടിക്കാമെന്ന് പറഞ്ഞേ. നമ്മുടെ മിഷീൻ നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഒരു ടീമുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം മീൻ കിട്ടിയായിരുന്നു, നല്ലൊരു വലിയ മീൻ, പുഴുക്കുത്തിയാന്ന് തോന്നുന്നു. നമുക്കിവനെ വലയിലിടാം. അടുത്ത മീനെ നോക്കാം. ഗൈസ്, നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അവൻ പൊന്തിയിട്ടില്ല. കുഴിക്കുത്തിയാണ്. അങ്ങനെ പൊക്കിയിടാം. അയ്യോ, കുടുങ്ങിയില്ല. പിന്നെ വലയിലിടാം. ഗായ്സ്, ബിജുവാണ് നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം മീൻ ഏതാ നോക്കാം. ഡാമ്പരല്ലേട്ടാ, കുഴിക്കുത്തിയാ? കുഴിക്കുത്തിയാണ്. സൂപ്പർ. ഞാൻ കരിമീനാന്ന് വിചാരിച്ചേ. ബിജുവാണ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു പരലടിച്ചായിരുന്നു. പിന്നെ നമ്മൾ പൊക്കിയിട്ടാ ചെയ്തേ. കുഴപ്പമില്ല, തിരക്കിടില്ലാത്ത സൈസാണ്. നമുക്ക് അടുത്ത മീൻ പിടിക്കാം. ഒരു ഇൻട്രസ്റ്റ് ആയി മീൻ പിടിക്കാനായിട്ട്. ഗൈസ്, നമുക്ക് പരല് കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാം വീഡിയോ എടുക്കണില്ല. നല്ലൊരു വലിയ മീൻ അടിച്ച് ഏതെങ്കിലും കിട്ടണേ, കരിമീനോ അങ്ങനെ കുഴിക്കുത്തിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ലാസ്റ്റ് മീൻ എന്തോരം കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. പരലിപ്പോൾ ഞാൻ പിടിക്കണത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കാൻ തന്നാൽ കാണാൻ നിങ്ങൾക്കും ഭ്രാന്താവും, എനിക്ക് ഇതാവും. അതുകൊണ്ട് നമുക്ക് വലിയ മീൻ കിട്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഗൈസ്, നമ്മുടെ ആശാൻ ചൂണ്ടക്കാരല്ല, നമ്മളെല്ലാവരും ചൂണ്ടക്കാര ആശാണ്. ആശാന്റെ സ്റ്റിക്ക് കണ്ട, ആശാൻ കണ്ണാടൊക്കെ വെച്ചിട്ട് വന്നേണേ. കൊമ്പനെ പിടിക്കുന്നു തന്നെയാണ്.
നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലേ, കിരൺകുട്ടനാണത്. നമ്മുടെ സ്ഥലമൊക്കെ കയ്യേറി വേലായുധൻ്റെ പോലെ ആയിക്കുന്നുണ്ട്. കമ്പ കുത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ആൾ മീൻ പിടിച്ച് നമുക്ക് കയറ്റുന്ന കാണാം. കരിമീനെ, വലിയ കരിമീനെ മാത്രം പിടിക്കുമെന്ന് പറയണേ, കുഴിക്കുത്തി. നമ്മുടെ സ്ഥലം കയ്യേറി അവിടെ നിന്ന് മീൻ പിടിച്ചിരിക്കുകയാണ്. നമ്മ തീറ്റിട്ട് വരുത്തി കഴിഞ്ഞപ്പോൾ വേണ്ട ആമ്പിള്ളേരെ ഒന്ന് മീൻ പിടിച്ചിട്ട് പോകാന്ന് പറയുന്നത് ഇതാണ്. ഇത് നോക്കി അഞ്ചറോ മീനാഞ്ചറോ. ആ എന്നിട്ട് ഇത് കുഴിക്കുത്തിയാ. ആ പിടിക്ക് ഗായ്സ്. നമുക്കൊരു വലിയ പരല് കിട്ടി. കുഴപ്പമില്ല. നമ്മൾ മെഷീൻ ചൂണ്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. മെഷീൻ ചൂണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റേ അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ വരലിടാം, അടുത്തവനെ പിടിക്കാം. ഗായ്സ് നമുക്ക് പരലനെ കിട്ടിയോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കുഴിക്കുത്തി കയറുന്നുണ്ട്. ഇപ്പോൾ പുഴ നല്ല ശാന്തമായി. ഇപ്പോഴാണ് ശാന്തമായി. അവൻ ഓളൊക്കെ മാറി സെറ്റായി. ചെക്കൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ബിജുവേട്ടൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. 3 പേര് നിന്നാൽ അറിയാലോ. നമുക്ക് പരലിയിട്ടുണ്ട്. കിട്ടി മീനെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം കണ്ടോ മീനുണ്ട്. നമുക്ക് ഇനി പിടിക്കാം, സമയമുണ്ട്. ഗായ്സ് നമ്മൾ നിർത്താൻ പോകായിരുന്നു. അപ്പോൾ നമ്മുടെ കിരൺ മോന് ഒരു മഞ്ഞക്കൂരി അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മഞ്ഞക്കൂരിയാണ്. ഓ കൊള്ളാം. വേറെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. മീൻ കിട്ടി, പക്ഷേ വലിയ മീനായിട്ടൊന്നും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയതുള്ളൂ. ഇടണ്ട, കുറച്ചുകൂടെ കൂടി ഇടണ്ട പറയേ. ഗായ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ആക്കാണ്. പതിയെ മടക്കി. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. നല്ല പെട്ടക്കണ പരലുകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്തായാലും ഒന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.